സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തമായി നിർമ്മിച്ച വീട്. അതിശയോക്തി പറയുകയല്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാർപ്പൻട്രി വർക്കെല്ലാം ഇതിൻ്റെ ഉടമ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് ഇൻറ്റീരിയർ വർക്കും കാർപ്പൻട്രി വർക്കും എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ 65 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന 4.5 സെൻറ്റിലുള്ളൊരു വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീകാര്യത്ത് നിന്ന് നമ്മുടെ പോത്തങ്കോട് പോകുന്ന വഴി ഞാണ്ടൂർക്കോണം കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയായിട്ട് കെ ഹെൽത്തിൻ്റെ ഒരു ഹോസ്പിറ്റൽ കാണാം. അത് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി കുഴിക്കോട്ടോണം ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ ആർച്ച് കാണാൻ സാധിക്കും. അതുവഴി ഏകദേശം 400 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ റോഡ് കുറേ ദൂരം വരുമ്പോഴത്തേക്കും ആ ഒരു മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇത് ഈ കാണുന്ന കണ്ടീഷനിലല്ല. നമ്മൾ ഇന്ന് പറയുന്ന ഈ 65 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള മതിൽ ഫുള്ളായിട്ട് കെട്ടി അകത്തേക്കുള്ള ഇൻ്റർലോക്ക് എല്ലാം ഇട്ട് മുറ്റമെല്ലാം നീറ്റ് ആക്കിയിട്ടായിരിക്കും പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നത്. അതായത് തൊട്ടടുത്തായിട്ട് വേറെയും വീടുകളുണ്ട്. ഇറങ്ങി വരുന്ന വഴിയിലും എല്ലാം വീടുകളുള്ള ലൊക്കേഷനാണ്. നമുക്ക് ഈ ലൊക്കേഷൻ്റെ എക്സാക്ട് പേര് വന്നിട്ട് ശാന്തിപുരം എന്നാണ്. നമ്മുടെ ഈ വീട് വന്നിട്ട് 1600 സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു വ്യത്യസ്തം നോക്കി. നമ്മുടെ ഈ ഡോർ വന്നിട്ട് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് തേക്കുന്നടിയിലാണ് നമുക്കിതിൻ്റെ കട്ടളയും പാളിയെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിന് മാത്രം ഏകദേശം 70,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാ വെച്ചാൽ സാധാരണ ഈ വിൽക്കാൻ വെക്കുന്ന വീടുകളിൽ ഇത്രയും കോസ്റ്റിൽ ഈ മുൻവശത്തെ ഡോറൊന്നും ചെയ്യത്തില്ല. അതും നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നൊരു വ്യത്യസ്തത ഇതുപോലെ ഇങ്ങനെയാണ് 2 പാളികളും തുറന്നകത്തേക്ക് കയറുന്നത്. നേരെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. ഈ ഭാഗത്ത് നമുക്ക് TV യൂണിറ്റ് എല്ലാം സജ്ജീകരിക്കാനുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ വർക്ക് ചെയ്യുക നല്ല രസമായിട്ട് ഡബിൾ ഹൈറ്റിനൊക്കെ ആയിട്ടാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള കാർപ്പൻട്രി വർക്ക് ഫുള്ള്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തടിപ്പണികളെല്ലാം, ഡോറിൻ്റെ പണികൾ, ജനലിൻ്റെ പണി, ഇൻറ്റീരിയർ വർക്ക് എല്ലാം ഇതിൻ്റെ ഉടമ തന്നെ ചെയ്തതാണ് കേട്ടോ. പുള്ളി തന്നെ ഒരു കാർപ്പൻറ്ററാണ്. പുള്ളി തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഈ ജനലിലെല്ലാം ഇതുപോലെ സ്റ്റീൽ റോഡാണ് അകത്തേക്ക് കയറ്റിയിട്ടുള്ളത്. കിച്ചൺ വരുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള പുൾ ഔട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്, വർക്ക് ഏരിയ ആണ്. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. ബാക്ക് യാർഡ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലാം മതിൽ കെട്ടി നീറ്റാക്കി കയ്യിൽ തരുവേ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിനകത്തുള്ള ഇൻറ്റീരിയർ ഒക്കെ നോക്കി ഏറ്റവും റോയൽ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഈ ഒരു റേറ്റിന് ഇത്രയും ഇൻറ്റീരിയറൊക്കെ ചെയ്ത വീട് കിട്ടത്തില്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് പണി ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ലേബർ കോസ്റ്റിൽ അത്യാവശ്യം ലാഭിച്ചിട്ടുണ്ടാവണം. ഇത് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂമിൽ ജാഗ്വാറിൻ്റെ ക്ലോസറ്റ്, ഗ്രോഹയുടെ ഫ്ലഷ് യൂണിറ്റ്, ഈ ഒരു സാധനം നോക്കി. നമ്മുടെ ഈ ഷവർ യൂണിറ്റ് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ജാഗ്വാറിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. എങ്ങനെ വെച്ചാൽ ബോഡി ഷവർ അടക്കം വരുന്നതാണ്. അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നൊരു സാധനമാണ്. ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഒരു റോയൽ വീട് വാങ്ങിയെടുക്കാം. നമ്മുടെ ഈ സ്റ്റേഴ്സ് GI പൈപ്പിൽ ഫ്രെയിം ചെയ്ത് വുഡിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. മേളിൽ കയറി വരുമ്പോഴത്തേക്കും ഈ ഒരു ഹൈറ്റ് നല്ല രസമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് വ്യൂ കിട്ടും. ഇവിടെ നമുക്കിങ്ങനെ ഒരു കോമൺ സ്പേസ് വരും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു പ്രൈവറ്റ് ലിവിങ് ഏരിയ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. മേളത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. മേളത്തെ നിലയിലെ റൂമുകളിൽ 2ഉം നമുക്ക് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലുള്ള ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കർട്ടനും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. ഇതിനകത്ത് ഇതുപോലെ കബോർഡ് സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ടെറസിലേക്ക് എൻട്രി വരും. ഇത് നമ്മുടെ മുൻവശത്തെ ബാൽക്കണി സ്പേസിലേക്ക് എൻട്രി വരും. പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. നമുക്കിപ്പോൾ ഈ കണ്ടീഷനിൽ, അതായത് ഇനി മതിൽ കെട്ടണ്ട, വേറെ ഇൻ്റർലോക്ക് ഒന്നും ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീട് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നല്ലൊരു വിലക്കുറവിൽ വാങ്ങിക്കാം കേട്ടോ. 55 ലക്ഷം രൂപയ്ക്ക് വാങ്ങാം. അതല്ല പൂർണ്ണമായിട്ടുള്ള പണിയെല്ലാം ഫിനിഷ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ 65 ലക്ഷം രൂപയാണ് വില ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.